ഹായ്. അപ്പോ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ആ പേര് കേട്ട ഒരു ഞെട്ടലോടെ മാത്രം എല്ലാരും അറിയുന്ന ഒരു സ്ഥലമാണ് വയനാടുള്ള ചൂരൽമല. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന് ചുറ്റുമുള്ള ഇപ്പോഴത്തെ അവസ്ഥ. പഴയ വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ കിടന്ന സ്ഥലമാണ് ഇപ്പോഴിങ്ങനെ ആയെന്ന് അറിയാം. ശരിക്കും ഞാൻ ജനിച്ചത് സുൽത്താൻ ബത്തേരി, വളർന്നത് നമ്മുടെ തിരുവനന്തപുരം. അതായത് ഉമ്മ വയനാടുകാരിയും വാപ്പ തിരുവനന്തപുരംകാരനും. ഞാനിപ്പം മുംബൈയിലും. അങ്ങനെ ഞാൻ നാട്ടിലെത്തി വയനാട് വന്നവരനെ ആദ്യം കാണാൻ വന്നത് ചൂരൽമലയാണ്. ശരിക്കും ചൂരൽമലയിൽ എനിക്കും മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. ഇനി നമുക്ക് ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് പോകുന്ന റൂട്ടാണ് ഈ റോഡ്. ശരിക്കും ഇപ്പം ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലോട്ട് ആളുകളെ കയറ്റിയിടുന്നതല്ല, സന്ദർശനമില്ല, കളക്ടറിൻ്റെ പ്രത്യേകം ഓർഡറാണ്. അപ്പോൾ മുണ്ടക്കൈ നിവാസികൾക്ക് മാത്രമാണ്, അതും പെർമിഷനോടെ മാത്രമാണ് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുന്നത്. അല്ലാതെ പോകണമെങ്കിൽ മുണ്ടക്കൈയിലൊരു റിസോർട്ടുണ്ട്. അപ്പോൾ ആ റിസോർട്ട് എടുക്കുന്നവർക്ക് നമുക്ക് മുണ്ടക്കൈ പോയി കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം മുണ്ടക്കൈ കയറ്റി വിടുന്നതല്ല, ചൂരൽമല വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ആ മുണ്ടക്കൈ ടൗൺ, ഒരു ജനതയുടെ അവശിഷ്ടങ്ങൾ. ഇനി നമുക്ക് കാണാം ഉയർന്ന ഭാഗത്തുള്ള മുണ്ടക്കൈ പള്ളി. അപ്പോൾ ഇത്ര റിസ്ക് എടുത്ത് മുണ്ടക്കൈയിൽ ഞാൻ കയറി വന്നത് ഈ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പള്ളിയിൽ നിന്ന് മണ്ണും ചെളിയുമായിട്ട് കൊണ്ടുപോയത് എൻ്റെ അളിയനെയാണ്. പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ രണ്ട് മലകൾക്കിടയിൽ മാറി നിൽക്കുന്നൊരു ഭാഗമുണ്ട്. അവിടെ നിന്നാണ് ഈ സംഭവം ഉരുൾപൊട്ടലുണ്ടായത്. അതായത് രണ്ട് സുന്ദരമായ ഗ്രാമങ്ങളെ ഓർമ്മ മാത്രമാക്കിക്കൊണ്ടുണ്ടായ ആ ഒരു മഹാൻ ദുരന്തം ആദ്യമായി ഉണ്ടായൊരു സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ നിന്ന് മണ്ണും മലയും വെള്ളവും വലിയ പാറയായി പൊട്ടി വന്ന് ആ ഒരു പ്രദേശം മുഴുക്ക വന്നതിന് ശേഷം അവിടെ രണ്ട് വലിയ പാറകൾക്കിടയിൽ ഒരു ഡാമായിട്ട് രൂപപ്പെട്ട് രണ്ടാമത്തെ പൊട്ടലിന് ശേഷം അത് ഈ ഉയരത്തിലിരിക്കുന്ന പള്ളിക്ക് മുകളിലൂടെ അത് താഴേക്ക് ചൂരൽമലയിലേക്ക് പോയി.